ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റവ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള റവ പുട്ടിൻ്റെ റെസിപ്പിയാണ്. സോഫ്റ്റായിട്ട് കിട്ടാൻ ഞാനൊരു സാധനം ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വീഡിയോ കണ്ടു നോക്കുക. റവ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് റവ ഒന്ന് ചൂടാക്കിയ റവയാണ്, ചൂടാക്കിയെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒഴിക്കുന്നത് പാലാണ് കേട്ടോ. ഒരു ചെറിയ ചൂടുള്ള പാൽ, ഒരു 1.5 കപ്പ് പാലുണ്ട്, അത് ഞാനങ്ങ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. മാവ് നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നോക്കാം. അപ്പം നനവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി തേങ്ങ കൂടെ ചേർത്ത് പുട്ട് ഒഴിഞ്ഞെടുക്കാം കേട്ടോ. കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി കൂടുതൽ കട്ട ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിതിനെ പുട്ടുകുറ്റിയിലേക്ക് നനച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് മാവിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വെച്ച പുട്ട് റെഡി ആയിട്ടുണ്ട്. എടുക്കുന്നത് രണ്ടാമത്തെ കുട്ടിയും വെച്ചിട്ടുണ്ട്. 2 ദിവസം നമ്മുടെ റവ പുട്ട് അങ്ങനെ ഇവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട. തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും കേട്ടോ. സോഫ്റ്റ് പുട്ടാണ്, അതുപോലെ ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.